Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണ്. 8 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നത് ഏതെല്ലാം രാഷ്ട്രങ്ങളെയാണ്? 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് എന്നതാണ്. 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഓർക്കുക, 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ലക്ഷദ്വീപിനെയും അതോടൊപ്പം മാലിദ്വീപ്സിനെയാണ്. അതാണ് 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ലക്ഷദ്വീപ് ആൻഡ് മാലിദ്വീപ്. നമ്മുടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിനെയും തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ അയൽരാഷ്ട്രമായ മാൽദ്വീപ്സിനെയും വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇതോടൊപ്പം 2-3 അതിർത്തി രേഖകളും കൂടി നമുക്ക് പഠിക്കാറുണ്ട്, ഇതിനോട് ചേർത്ത് പഠിക്കാവുന്നതാണ്. 8 ഡിഗ്രി ചാനൽ നമുക്കറിയാലോ, ലക്ഷദ്വീപ് ആൻഡ് മാൽദ്വീപ്സ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് 9 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ലക്ഷദ്വീപ് ആൻഡ് മിനിക്കോയാണ്. ലക്ഷദ്വീപ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ടോട്ടലി 36 ഐലൻഡ്, 36 ഐലൻഡുകളാണുള്ളത്. അപ്പൊ അതിൽ 36 ഐലൻഡുകളിൽ 35 ഐലൻഡുകൾ ഒരുമിച്ച് കിടക്കുന്നു. ഒരെണ്ണം മാറി നിൽക്കുന്ന മിനിക്കോയാണ്. അപ്പൊ ആ 35 ഐലൻഡുകളും പ്ലസ് മറ്റൊരെണ്ണം മിനിക്കോയാണ്. ആ മിനിക്കോയ്ക്കും 35 ഐലൻഡിനും ഇടയിലുള്ള ഒരു നേരെ പാസേജ് വിത്ത് സീ, കടൽ കൊണ്ടുള്ള നേരം പാസേജുകൾ കാണുന്ന ചാനൽ എന്നൊക്കെ നമ്മൾ സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ലക്ഷദ്വീപിനെയും ഈ മിനിക്കോയിനെയും വേർതിരിക്കുന്ന ഒരു ചാനലാണ് നമ്മൾ 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ക്ലിയർ? ടോട്ടലി 36 ഐലൻഡുകളാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. 36 ഐലൻഡാണ്. അതിൽ 35 ഐലൻഡുകൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരെണ്ണം മാറി നിൽക്കുന്നത് മിനിക്കോയാണ്. അപ്പൊ ആ 35 ഐലൻഡിനും മിനിക്കോയ്ക്കും ഇടയിലുള്ള നേരോ പാസേജ് വിത്ത് സീ അല്ലെങ്കിൽ വാട്ടർ, അതിനാണ് നമ്മൾ 9 ഡിഗ്രി ചാനൽ ഉണ്ട്. അപ്പൊ 9 ഡിഗ്രി ചാനൽ ഉണ്ട് ലക്ഷദ്വീപ് ആൻഡ് മിനിക്കോയാണ്. 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ആൻഡ് മാൽദ്വീപ്സ് ആണ്. ഇനി ഇതോടൊപ്പം 10 ഡിഗ്രി ചാനൽ കൂടി ഉണ്ട്. 10 ഡിഗ്രി ചാനൽ ഓർത്തിക്കുക, ഇന്ത്യയിലെ മറ്റൊരു യൂണിയൻ ടെറിട്ടറിയാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ മറ്റൊരു യൂണിയൻ ടെറിട്ടറിയാണ് ആൻഡമാൻ നിക്കോബാർ. നമുക്കറിയാം ബേ ഓഫ് ബംഗാളിലുള്ളതെന്ന് പറയാം ആൻഡമാൻ നിക്കോബാർ. അതിൽ ആൻഡമാൻ നിക്കോബാർ നമ്മൾ ഒരുമിച്ച് പറഞ്ഞാലും ആൻഡമാൻ ഒരുമിച്ച് എടുക്കും, നിക്കോബാർ വേറെയാണ്. അപ്പൊ ഈ ആൻഡമാനെയും നിക്കോബാറിനെ വേർതിരിക്കുന്ന ആ ഒരു നേരെ പാസേജ് വിത്ത് വാട്ടർ, ആ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കടൽ കൊണ്ടുള്ള നേരെ പാസേജ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനലിനെ നമ്മൾ എന്ത് പറയുന്നത് 10 ഡിഗ്രി ചാനൽ എന്ന്. അപ്പൊ ചാനൽ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നേരോ പാസേജ് വിത്ത് സീ ആണ്, അല്ലെങ്കിൽ നേരോ പാസേജ് വിത്ത് ഓഷ്യൻ ആണ്, നേരോ പാസേജ് വിത്ത് വാട്ടർ, ഇതിനൊക്കെ നമ്മൾ പാസേജ് ചാനൽ സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറക്കണ്ട, 10 ഡിഗ്രി ചാനൽ ഉണ്ട് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെയും മിനിക്കോയിനാണ്. 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെയും മാൽദ്വീപ്സിനെയാണ് പറയുക. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് പിടിക്കാം. ഇനി ഇതിനോടൊപ്പം നമുക്ക് ഇന്ത്യയും പാകിസ്ഥാന്റെയും ബോർഡർ ലൈൻ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ലൈനാണ്. ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ് എന്നുള്ള ലൈനാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നമ്മളെ ഡ്യൂറന്റ് ലൈനാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അതിർത്തി രേഖ എന്ന് പറയുന്നത് മക്മോഹൻ ലൈനാണ്. ഇന്ത്യക്കും ചൈനയ്ക്കിടയിലുള്ള ലൈൻ എന്ന് പറയുന്നത് മക്മോഹൻ ലൈനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ശ്രീലങ്ക എന്ന് പറയുന്നത് പാക് സ്ട്രേറ്റ്. നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ സ്ട്രേറ്റ്, ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ നേരെ പാസേജ്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പാക് സ്ട്രേറ്റ് അല്ലെങ്കിൽ പാക് കടലെടുക്കുക. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് ഒക്കെ നോക്കിയാൽ അറിയാം, ഇന്ത്യ അതിനിടയിൽ ശ്രീലങ്ക കാണും, അതിനിടയിൽ പോകുന്ന ചെറിയ ആ പാക് കടലെടുക്കുക, അതാണ് പാക് സ്ട്രേറ്റ് എന്നത്. അപ്പൊ ഇന്ത്യ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ പാക് സ്ട്രേറ്റ് ആണ് ഓർത്തിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യ ചൈന എന്ന് പറഞ്ഞാൽ മക്മോഹൻ ലൈനാണ്. ഇനി ഇന്ത്യക്കും ബംഗ്ലാദേശിനുള്ള അതിർത്തി രേഖ എന്ന് പറഞ്ഞാൽ അതും റാഡ്ക്ലിഫ് ആണ്. ചിലപ്പോൾ ചില മലയാള ബുക്കുകൾ നമുക്ക് തീൻ ബീഗ കോറിഡോർ എന്നും പറയാറുണ്ട്. തീൻ ബീഗ കോറിഡോർ ഉണ്ട്, അതല്ലെങ്കിൽ റാഡ്ക്ലിഫ് എന്ന് തന്നെയാണ്. കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖ ഏതായിട്ട് മാറുന്നത് റാഡ്ക്ലിഫ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്, ഇന്ത്യ ബംഗ്ലാദേശ് റാഡ്ക്ലിഫ്. ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നമ്മൾ ഡ്യൂറന്റ് എന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് തന്നെയാണ്. അതല്ലെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷൻ വരും, നമ്മൾ 24th പാരലൽ എന്ന് പറയുന്നത്. 24th പാരലൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോർഡർ ലൈൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ക്ലെയിംഡ് ബൈ അഫ്ഗാനിസ്ഥാൻ ബട്ട് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യ. ക്ലിയർ? 24th പാരലൽ ഈസ് എന്താണ്? ഇറ്റ് ഈസ് എ ബോർഡർ ലൈൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ claimed by Afghanistan but not recognized by India. ഈ 24th പാരലൽ എന്ന് പറയുന്നത്
ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ബോർഡർ ലൈനാണെന്ന് ആര് പറയുന്നു? അഫ്ഗാനിസ്ഥാൻ പറയുന്നു. പക്ഷെ നമ്മളത് അംഗീകരിച്ചിട്ടില്ല. കേട്ടോ, നമ്മൾ അംഗീകരിക്കാത്ത, അഫ്ഗാനിസ്ഥാൻ ക്ലെയിം ചെയ്യുന്ന, അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ബോർഡർ ലൈൻസ് ആണ് 24th പാരലൽ. അതേസമയം പൊതുവെ നമ്മൾ അംഗീകരിക്കുന്നത് ഡ്യൂറന്റ് തന്നെയാണ്. അപ്പൊ ക്ലിയർ? പറഞ്ഞ ബോർഡർ ലൈൻസുകളൊക്കെ ഓർമ്മിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് റാഡിക്ലിഫ് ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ റാഡിക്ലിഫ് ആണ്, അല്ലെങ്കിൽ തീൻ ബീഘ കോറിഡോർ ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും ഓർമ്മിക്കുക റാഡിക്ലിഫ് ആണ്, തീൻ ബീഘ തന്നെയാണ്. ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് മക്മോഹൻ ലൈനാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നമ്മൾ പറയുന്നത് പാക് സ്ട്രേറ്റ് ആണ് ഓർമ്മിക്കുക. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് തന്നെയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് തന്നെയാണ് ഓർമ്മിക്കുക. ഇനി അതോടൊപ്പം 24th പാരലൽ ഓർമ്മിക്കുക. ഇനി ആൻഡമാൻ നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാറിന് 10 ഡിഗ്രി ചാനലാണ്. 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെയും മിനിക്കോയും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. അതേസമയം തന്നെ ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനൽ എന്ന് പറയും. ഇനി ഇതിനോടൊപ്പം ഒരു ഡെങ്കൻ പാസേജ് കൂടിയുണ്ട്, അത് ഓർത്തിക്കുക. ഡെങ്കൻ പാസേജ് എന്ന് വെച്ചാൽ നമ്മൾ ആൻഡമാൻ വേറെ നിക്കോബാർ വേറെ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഒരുമിച്ച് പറയുമ്പോൾ ആൻഡമാൻ വേറെ കിടക്കുന്നു, നിക്കോബാർ വേറെ കിടക്കുന്നു. അപ്പോൾ ആൻഡമാൻ തന്നെ നോർത്ത് ആൻഡമാൻ ഉണ്ട്, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ. അപ്പൊ സൗത്ത് ആൻഡമാനെയും മിഡിൽ ആൻഡമാനെയും വേർതിരിക്കുന്ന ഒരു പാസേജാണ് ഡെങ്കൻ പാസേജ്. എന്താ പറയുക? ഡെങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും മിഡിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് പൊതുവെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബോർഡർ ലൈൻസുകളൊക്കെ പ്രധാനപ്പെട്ട ബോർഡർ ലൈൻസുകളാണെന്ന് ഓർത്തിക്കുക. അപ്പൊ നമ്മൾ ചോദിച്ചതായിരുന്നു 8 ഡിഗ്രി ചാനൽ ആയിരുന്നെല്ലാം വേർതിരിക്കുക. അത് ഓർത്തിക്കുക. ലക്ഷദ്വീപിനും മാൽദീവ്സിനാണ്. അതോട് ബന്ധപ്പെട്ട് ഈ ബോർഡർ ലൈൻസുകളെല്ലാം കൂടി ചേർത്ത് പഠിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏഷ്യൻ ഇന്ത്യയിലെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാണ് ഏഷ്യൻ ഇന്ത്യയിലെ ചോദ്യമാണ് 4ാം ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെയാണ്? 4ാം ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. പൊതുവെ ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെയും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അത് വിളിച്ചു കൂട്ടിയത് ആരാണ്, അധ്യക്ഷത വഹിച്ചത് ആരാന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ 4ാം ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെയെന്ന് പറയുമ്പോൾ 4ാമത്തെ ബുദ്ധമത സമ്മേളനം എന്ന് പറയുന്നത് AD 78 അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട്, AD 78 അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടില് ജമ്മു കാശ്മീരിലെ കുന്തലവനം എന്ന സ്ഥലത്താണ്. ജമ്മു കാശ്മീരിലെ കുന്തലവനത്തിലാണ് 4ാം ബുദ്ധമത സമ്മേളനം നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധമത സമ്മേളനം നമുക്കൊന്ന് പഠിക്കണം. അവിടെ നോക്കിയാൽ ബുദ്ധന്റെ ആദ്യത്തെ സർമൺ അല്ലെങ്കിൽ മതപ്രഭാഷണം നടക്കുന്നത് സാരാനാഥിലെ ഡീർ പാർക്കിലാണ്. ബുദ്ധന്റെ ആദ്യത്തെ മതസമ്മേളനം നടക്കുന്നത് സാരാനാഥിലെ ഡീർ പാർക്കിലാണ് നോക്കിയ. ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ഒരു ബുദ്ധമത സൈറ്റ് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ ശ്രാവസ്തി എന്ന് പറയുന്നതാണ്. അതേസമയം നെവർ വിസിറ്റഡ് ബൈ ബുദ്ധനെ ഒരിക്കലും സന്ദർശിക്കാത്ത ഒരു സൈറ്റ് ചോദിച്ചാൽ അത് ഉജ്ജയിനാണ്. ഓർമ്മിക്കുക, ബുദ്ധൻ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ടൈം വിസിറ്റഡ് ബൈ ബുദ്ധ വിച്ച് ബുദ്ധിസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ മോസ്റ്റ് ടൈം വിസിറ്റഡ് ബൈ ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ഒരു ബുദ്ധമത സൈറ്റ് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ ശ്രാവസ്തിയാണ്. അതേസമയം വൺ ഓഫ് ദി അല്ലെങ്കിൽ വിച്ച് ബുദ്ധിസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ ഇസ് നെവർ വിസിറ്റഡ് ബൈ ബുദ്ധൻ ഒരിക്കലും സന്ദർശിക്കാത്ത ഒരു സൈറ്റ് ചോദിച്ചാൽ അത് ഉജ്ജയിനാണ്. ഓർക്കുക, ബുദ്ധന്റെ ആദ്യത്തെ മതപ്രഭാഷണം നടന്നത് സാരാനാഥിലെ ഡീർ പാർക്ക് എന്ന് പറയും. ഇനി 4 ബുദ്ധമത സമ്മേളനം നമുക്ക് പഠിക്കാം. ആ 4 ബുദ്ധമത സമ്മേളനങ്ങൾ ഏതെല്ലാം വർഷങ്ങളാണ്, ഏതെല്ലാം സ്ഥലങ്ങളാണ് സമ്മേളനം നടന്നത്, അത് വിളിച്ചു കൂട്ടിയത് ആരാണ്, അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് നമുക്ക് പഠിക്കാം. 1-ാം ബുദ്ധമത സമ്മേളനം ഓർക്കുക, BC 483, BC 483 1-ാം ബുദ്ധമത സമ്മേളനം നടന്നത്. അത് നടക്കുന്ന രാജഗ്രഹത്തിലാണ്. രാജഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർക്കുക ബീഹാറിൽ തന്നെ, ബീഹാറിലെ രാജഗ്രഹത്തിലാണ് 1-ാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. BC 483. അത് വിളിച്ചു കൂട്ടുന്നത് അജാതശത്രുവാണ്. ആരാണ്? അജാതശത്രു. ഹരിയങ്ക രാജവംശത്തിലെ അജാതശത്രുവാണ് 1-ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അധ്യക്ഷത വഹിച്ചത് മഹാകാശ്യപൻ എന്ന് പറയുന്ന സന്യാസിയാണ്. ആരാണ്? മഹാകാശ്യപൻ. അപ്പൊ മറക്കണ്ട, 1-ാം ബുദ്ധമത സമ്മേളനം BC 483 വിളിച്ചു കൂട്ടിയത് ആരാണ്? അജാതശത്രുവാണ്. സ്ഥലം രാജഗ്രഹത്തിൽ വെച്ചാണ്. അതിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റഡ് ബൈ എന്ന് പറയുന്നത് മഹാകാശ്യപൻ എന്ന് പറയുന്ന സന്യാസിയാണ്. ഇനി 2-ാം ബുദ്ധമത സമ്മേളനം പഠിക്കുന്ന എളുപ്പമാണ്. BC 483 മാറി BC 383. BC 383 2-ാമത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. അത് വിളിച്ചു കൂട്ടുന്നത് കാലാശോകനാണ്. ശിശുനാഗ രാജവംശത്തിലെ കാലാശോകനാണ് 2-ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന വർഷം BC 383 കാലാശോകനാണ്. സ്ഥലം എവിടെയാണ്? വൈശാലി ബീഹാറിലെ വൈശാലിയിലാണ് 2-ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൊണ്ടത്. അന്ന് അതിന് അധ്യക്ഷത വഹിക്കുന്നത് സഭാകാമി എന്നുള്ള സന്യാസിയാണ്. സഭാകാമി എന്നുള്ള സന്യാസിയാണ്. അപ്പൊ മറക്കണ്ട, 2-ാം ബുദ്ധമത സമ്മേളനം BC 383 വിളിച്ചു കൂട്ടിയത് ആരാണ്? കൺവീൻഡ് ബൈ കാലാശോകനാണ്. സ്ഥലം വൈശാലിയാണ്. അധ്യക്ഷത വെച്ചത് സഭാകാമിയാണ്. ഇനി 3-ാമത്തെ ബുദ്ധമത സമ്മേളനം 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് കൺവീൻഡ് ബൈ അശോകനാണ്. നമ്മുടെ അശോക ചക്രവർത്തി.
മൗര്യ രാജവംശത്തിലെ അശോക ചക്രവർത്തിയാണ് മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൊണ്ടത്. അത് BC 250 BC 250 അശോകൻ വിളിച്ചു ചേർക്കുന്ന മൂന്നാം ബുദ്ധമത സമ്മേളനം. അത് ഓർത്തിക്കുക. പാടലിപുത്ര അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ മോഡേൺ പാറ്റ്ന അല്ലെങ്കിൽ പാടലിപുത്രയാണ് മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടി. ആരാണ്? അശോകനാണ്. BC 250 അന്ന് അതിന് അധ്യക്ഷത വഹിച്ച സന്യാസിയുടെ പേര് മൊഗാലി പുട്ട ടിസ്സ എന്നാണ്. മൊഗാലി പുട്ട ടിസ്സ എന്ന് പറയുന്ന വ്യക്തിയാണ് മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. ക്ലിയർ ആയിരിക്കും. ഇനി നാലാമത്തെ AD 1-ാം നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ AD 78 അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടാണ്. വിളിച്ചുകൂട്ടുന്നത് കനിഷ്കനാണ്. ഗുജറാ രാജവംശത്തിലെ ജമ്മു കാശ്മീർ ഭരിച്ചത് കനിഷ്കനാണ് നാലാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. അത് ജമ്മു കാശ്മീരിലെ കുന്തലവനം എന്ന സ്ഥലത്താണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? അധ്യക്ഷത വഹിച്ചത് വസുമിത്രൻ എന്ന് പറയുന്ന സന്യാസിയാണ്. ക്ലിയർ? വസുമിത്രൻ എന്ന സന്യാസി. അപ്പൊ ഈ 4 ബുദ്ധമത സമ്മേളനങ്ങൾ ഓർത്തു വയ്ക്കുക, അതിന്റെ വർഷങ്ങളും ഓർത്തു വയ്ക്കുക, അത് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരാണെന്ന് ഓർത്തു വയ്ക്കുക, അതോടൊപ്പം അതിന് അധ്യക്ഷത വെച്ച ആരാന്ന് നോക്കിയാൽ ഇതിനെല്ലാം ഇപ്പൊ ഈ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. അതിനോടൊപ്പം ഇതിന്റെ നോട്ട്സ് എല്ലാം നമ്മുടെ വീഡിയോ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം ഇതിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ ആ നോട്ട്സ് നോക്കി എഴുതിയെടുക്കും കൂടി ചെയ്യാം. അപ്പൊ ഈ 4 ബുദ്ധമത സമ്മേളനം മറക്കണ്ട, വിളിച്ചുകൂട്ടിയ വർഷങ്ങളും മറക്കണ്ട, വിളിച്ചുകൂട്ടിയത് ആരാണെന്നും മറക്കരുത്. ആ പ്ലേസും ഓർത്തു വയ്ക്കുക. അതുപോലെ പ്രിസൈഡഡ് ബൈ, അത് അധ്യക്ഷത വെച്ച് ആരാണെന്ന് ഓർക്കുക. ഇനി അതോടൊപ്പം ചേർത്ത് പഠിക്കുന്നത് ബുദ്ധന്റെ ആദ്യത്തെ മതസമ്മേളനം നടന്നത് സാരാനാഥ് ഡിയർ പാർക്ക്. ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച സൈറ്റ് എന്ന് പറയുന്നത് ശ്രാവസ്തിയാണ്. ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത സൈറ്റ് എന്ന് പറയുന്നത് ഉജ്ജയിലാണെന്ന് കൂടി ഓർത്തുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം ഉണ്ട് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ ശ്രീരാമന്റെ ശ്രീലങ്കയിലേക്കുള്ള മാർച്ചായി ചിത്രീകരിച്ചാണ്. ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ ശ്രീരാമന്റെ ശ്രീലങ്കയിലേക്കുള്ള മാർച്ചായി ചിത്രീകരിച്ചതാരാണ്? ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന് എന്താണ്? ഇറ്റ് ഇസ് എ മാർച്ച് ഓഫ് ശ്രീരാമ ടു ശ്രീലങ്ക. ശ്രീലങ്കയിലേക്കുള്ള മാർച്ചായി ചിത്രീകരിച്ചതാരാണ്? ചോദ്യം ഉറപ്പിക്കുക. മോഡേൺ ഇന്ത്യയാണ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവാണ്. മോത്തിലാൽ നെഹ്റുവാണ് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിന് ശ്രീരാമന്റെ ശ്രീലങ്കയിലേക്കുള്ള മാർച്ചായി ചിത്രീകരിച്ചു. ഓർക്കുക, ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് നമുക്കറിയാം 1930 മാർച്ച് 12 സിവിൽ ഡിസോബഡിയൻ മൂവ്മെന്റ് ആരംഭിക്കുന്ന 1930 മാർച്ച് 12 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് എവിടുന്ന് ഗാന്ധിയുടെ ആശ്രമമായ സബർമതി ആശ്രമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾ. ഓക്കെ, സെലക്ടഡ് 78 ഫോളോവേഴ്സ്. തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടുകൂടി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നു. മാർച്ച് 12 യാത്ര ആരംഭിച്ച് ഏപ്രിൽ 6 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് കുറുക്കിയെടുത്ത് ഉപ്പ് നിയമം ലംഘിക്കുന്നു. ഇതാണ് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചും സാൾട്ട്. അപ്പൊ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞാൽ 1930 മാർച്ച് 12, സാൾട്ട് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം എന്ന് വെച്ചാൽ അത് ഏപ്രിൽ 6 കൂടി 2 ഡേറ്റും ഓർത്തു വയ്ക്കുക. ഏപ്രിൽ 6 വയ്ക്കുക. 78 അനുയായികളാണ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ 78 അനുയായികളോട് കൂടിയാണ് ഗാന്ധി പോകുന്നത് ഓർക്കുക. അപ്പോൾ യാത്ര ചെയ്ത് ഉപ്പ് കുറുക്കിയെടുത്ത് നിയമം ലംഘിക്കുന്നു. അതിനുശേഷം ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നു. ഗാന്ധി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ സാൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്ത് അബ്ബാസ് ത്യാബ്ജിയാണ്. ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്: ഹു ലെഡ് സാൾട്ട് സത്യാഗ്രഹ ആഫ്റ്റർ ദി അറസ്റ്റ് ഓഫ് ഗാന്ധിജി എന്ന് ചോദിച്ചു. ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം സാൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്ത ആരെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അബ്ബാസ് ത്യാബ്ജിയാണ്. ആൻഡ് ആഫ്റ്റർ ദി അറസ്റ്റ് ഓഫ് അബ്ബാസ് ത്യാബ്ജി സാൾട്ട് സത്യാഗ്രഹ ലെഡ് ബൈ സരോജിനി നായിഡു. അതും ചോദ്യമുണ്ട്. ഓർക്കുക, ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം സാൾട്ട് സത്യാഗ്രഹ ലീഡ് ചെയ്ത് അബ്ബാസ് ത്യാബ്ജിയാണ്. അബ്ബാസ് ത്യാബ്ജിയുടെ അറസ്റ്റിന് ശേഷം അത് സരോജിനി നായിഡുവാണ് ലീഡ് ചെയ്തതും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ മൂന്നാളും ദണ്ഡി മാർച്ച് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ടോപ്പിക് വിശദമായിട്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോസ് കാണാം. ഇതാണ് ദണ്ഡി മാർച്ചുമായി. അപ്പൊ ഈ ദണ്ഡി മാർച്ച് ടോട്ടലി പരാജയമായിരുന്നു. പരാജയമായതുകൊണ്ട് ഇതിനെ കുറിച്ച് ചില കോട്ടകളുണ്ട്. അതിൽ ഒരു കോട്ടയ്ക്കൊപ്പം നമ്മൾ പറയുന്നത് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിന് ശ്രീരാമന്റെ ശ്രീലങ്കയിലേക്കുള്ള മാർച്ചായി ചിത്രീകരിച്ചത് ആരാച്ചാൽ അത് മോത്തിലാൽ നെഹ്റുവാണ്. കാരണം ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് മാർച്ച് ചെയ്ത് രാജ്യം പിടിച്ചെടുത്ത് സീതയെ രക്ഷിച്ചുകൊണ്ടുവരുന്നു. പിന്നീട് സീതയെ നമ്മൾ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അർത്ഥമില്ലാത്തതായി മാറി അല്ലെങ്കിൽ ഫലമില്ലാത്തതായി മാറിയെന്ന്. ഇതുപോലെ തന്നെയാണ് ഗാന്ധിയുടെ ദണ്ഡി മാർച്ചും കൊട്ടി ഘോഷിച്ച് കൊണ്ടുപോയ അവസരം പരാജയപ്പെട്ടു എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിനെ ഗാന്ധിയുടെ ദണ്ഡി മാർച്ചും ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് മാർച്ച് ചിത്രീകരിച്ചത്. ഇനി അതോടൊപ്പം മറ്റൊരു കൂട്ട് പറയുന്നത് ഈ ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബ ദ്വീപിൽ നിന്നുള്ള മടക്കയാത്രയായി ചിത്രീകരിച്ചു. ഇറ്റ് ഈസ് എ റിട്ടേൺ ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രം എൽബ ദ്വീപ് എന്ന് പറയുന്നത്. ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബ ദ്വീപിൽ നിന്ന് മടക്കയായി ചിത്രീകരിച്ച ആരച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇത് 1813 വേർ ഓഫ് ലാപ്സീഗ് എന്ന് പറയും. 1813 വേർ ഓഫ് ലാപ്സീഗ് യുദ്ധത്തിന് ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ എൽബ ദ്വീപിലേക്ക് നാട് കടത്തും. എൽബ ദ്വീപിലേക്ക് നാട് കടത്തി എൽബ ദ്വീപിൽ നിന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് വീണ്ടും രക്ഷപ്പെട്ട് വന്ന് വീണ്ടും ആർമിയൊക്കെ റീഓർഗനൈസ് ചെയ്തത് വീണ്ടും ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യും. അതാണ് 1815 വാട്ടർലൂ യുദ്ധം. അതിൽ അബ്സല്യൂട്ട്ലി ഡിഫീറ്റഡ് ബൈ ആർതർ വെല്ലസ്ലി നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരിപൂർണമായും പരാജയപ്പെടുത്തി അദ്ദേഹത്തെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാട് കടത്തും.
പിന്നെ അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ എൽബ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല. അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ട് ഇവന് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബ ദ്വീപിൽ നിന്നുള്ള മടക്കയാത്രയായി സുഭാഷ് ചന്ദ്രബോസിനെ ദണ്ഡി മാർച്ചിനെ ചിത്രീകരിച്ചത്. ക്ലിയർ ആയിക്കല്ലോ? ഓക്കെ. ഇനി അടുത്ത കോട്ട് എന്ന് പറയുന്നത് ദണ്ഡി മാർച്ചിന്റെ പരാജയത്തെ കുറിച്ചുള്ള മറ്റൊരു കോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വിപ്ലവം എന്നല്ല, ഈ ദണ്ഡി മാർച്ച് ഒന്നും വിപ്ലവമല്ല, ഇത് ഇറ്റ് ഈസ് എ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ. വിപ്ലവത്തിന്റെ ശൈശവ ദശ ആണ്, അല്ലെങ്കിൽ കുട്ടിക്കാലമാണ്, അല്ലെങ്കിൽ അങ്കണവാടിയാണെന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ബ്രെയ്ലി ഫോർഡ് ആണ്. ആരാണ്? ബ്രെയ്ലി ഫോർഡ്. അപ്പൊ മറക്കണ്ട, ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ എന്താണ്? കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ, വിപ്ലവത്തിന്റെ ശൈശവ ദശ അല്ലെങ്കിൽ അങ്കണവാടി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ബ്രെയ്ലി ഫോർഡ് ആണെന്നൊക്കെയാണ്. ക്ലിയർ ആയല്ലോ? ദെൻ വൺ മോർ കോട്ട്, ഒരു കോട്ട് കൂടി, നാലാമത്തെ ഒരു കോട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റോം ഓഫ് ടീ പോട്ട് അല്ലെങ്കിൽ സ്റ്റോം ഓഫ് ടീ കപ്പ് എന്ന് പറയുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിച്ച ലോർഡ് ഇർവിനാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, ഇത് വിപ്ലവം എന്നല്ല, ഇതെന്താണ്? ഈ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. കപ്പയിലെ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന്, സ്റ്റോം ഇൻ ടീ പോട്ട് എന്ന് പറയുന്നത് ടീ കപ്പ് എന്ന് പറയാം. അപ്പൊ ചെറിയ ടീ പോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കോപ്പ, അതിലൊരു കൊടുങ്കാറ്റ് വീശിയാൽ എന്താണ്ടാവുക? നത്തിങ് മോർ, ഒന്നും നമുക്ക് അതിന് കിട്ടാനില്ല. സോ അപ്പൊ അത്രയും പരാജയമായിരുന്നു ദണ്ഡി മാർച്ചാണ് ലോർഡ് ഇർവിൻ പറഞ്ഞത്. അപ്പൊ ഈ 4 കോട്ടുകൾ മറക്കണ്ട. ലോർഡ് ഇർവിൻ പറഞ്ഞത് എന്താണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ്. വിപ്ലവത്തിന്റെ ശൈശവ ദശ എന്ന് വെച്ചാൽ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത് ബ്രെയ്ലി ഫോർഡാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബ ദ്വീപിൽ നിന്ന് മടക്കയാത്രയെ ചിത്രീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ശ്രീരാമിന്റെ ശ്രീലങ്കയിലേക്ക് മാർച്ചായി ചിത്രീകരിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതാണ് ദണ്ഡി മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ കോട്ടുകൾ. അപ്പൊ ദണ്ഡി മാർച്ചുമായി ബന്ധം വേറെ വീഡിയോസ് നമ്മൾ ഇട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അത് പഠിക്കുക. പിന്നെ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയുടെ ഗാനം, ദണ്ഡി മാർച്ചിലെ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിലെ ഗാനം ഏതാണെന്ന് വെച്ചാൽ അത് ഓർത്തു വയ്ക്കാം. രഘുപതി രാഘവ രാജാറാം എന്നൊരു ഗാനമാണ്. അത് കമ്പോസ് ചെയ്ത് വിഷ്ണു ദിഗംബർ പലുസ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ദണ്ഡി മാർച്ചിലെ സോങ്ങായ രഘുപതി രാഘവ രാജാറാം കമ്പോസ് ചെയ്ത് ഓർത്തിക്കുക. കേരളത്തിലാണെങ്കിൽ ദണ്ഡി മാർച്ച് പയ്യന്നൂര നമുക്കറിയാം. ആ ഗാനം വരിക സഹചര്യ സഹന സമര സമയമായി എന്ന ഗാനമാണ്. അത് അംശി നാരായണ പിള്ളയാണ്. ഇതൊക്കെ ദണ്ഡി മാർച്ചിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 3 ക്ലാസ്സുകൾ. അപ്പൊ 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ബുദ്ധമത സമ്മേളനങ്ങൾ എവിടെയാണ്, ആരാണ് വിളിച്ചുകൂട്ടിയത് എന്നാണ്, അതിന് അധ്യക്ഷത വെച്ച് ആരാണ് പഠിച്ചു. രണ്ടാമത്തെ, ഇന്ത്യയും അയൽരാഷ്ട്രവും തമ്മിലുള്ള ബോർഡർ ലൈൻസുകൾ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ, ദണ്ഡി മാർച്ചുമായി ബന്ധപ്പെട്ട 4 5 പ്രധാനപ്പെട്ട കോട്ടുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ 3 ടോപ്പിക്ക് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന വാട്സ്ആപ്പ് നമ്പർ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതെല്ലാവർക്കും